മലയാള ഭാഷയുടെ പിതാവ്. ആ പേര് കേൾക്കുമ്പോൾ ആദ്യം മനസ്സിലെത്തുന്നത് ഒരു മഹാകവിയെ ആണ്. പക്ഷേ ആ പേരിന് പിന്നിലെ മനുഷ്യനെ കുറിച്ച് നമുക്ക് ശരിക്കും എത്രമാത്രം അറിയാം? അദ്ദേഹം ജീവിച്ചിരുന്ന കാലം ഇന്നും ചരിത്രത്തിന്റെ മൂടൽമഞ്ഞിൽ മറഞ്ഞു കിടക്കുന്നു. എന്നിട്ടും നൂറ്റാണ്ടുകൾ കഴിഞ്ഞിട്ടും അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇന്നും മലയാളികളുടെ നാവിൽ ജീവിക്കുന്നു. തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛനെ ഒരു കവിയിൽ എന്നതിലുപരി മലയാള ഭാഷയുടെ പിതാവെന്ന് വിശേഷിപ്പിക്കുന്നത് മലയാള ഭാഷയെ മാറ്റിമറിച്ച ആ മഹാപ്രതിഭയുടെ ജീവിതവും സൃഷ്ടികളും ചരിത്രവും നമ്മെ കാത്തിരിക്കുന്നു. ഇന്ന് ആ ഇതിഹാസത്തിന്റെ യഥാർത്ഥ കഥയിലേക്കാണ് നമ്മൾ യാത്ര ചെയ്യുന്നത്. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായും കാണുക. 16-ാം നൂറ്റാണ്ടിൽ കേരളം ക്ഷേത്രങ്ങളും രാജധാനികളും വിജ്ഞാനത്തിന്റെ കേന്ദ്രങ്ങളായിരുന്ന ഒരു കാലം. അന്നത്തെ സാഹിത്യ ലോകം പ്രധാനമായും സംസ്കൃതത്തിന്റെയും മണിപ്രവാള ശൈലിയുടെയും സ്വാധീനത്തിൽ ആയിരുന്നു. അറിവും ഗ്രന്ഥങ്ങളും പണ്ഡിതന്മാരുടെയും ഉയർന്ന സാമൂഹിക വിഭാഗങ്ങളുടെയും പരിധിക്കുള്ളിൽ ഒതുങ്ങി. സാധാരണ ജനങ്ങൾ സ്വന്തം ഭാഷയിൽ മഹത്തായ കൃതികൾ വായിക്കുവാനോ മനസ്സിലാക്കുവാനോ അവസരങ്ങൾ വളരെ കുറവായിരുന്നു. അത്തരത്തിലുള്ള സാഹചര്യത്തിൽ മലയാളത്തെ ജനങ്ങളുടെ ഹൃദയത്തിലേക്ക് എത്തിച്ച ഒരു മഹാപ്രതിഭ ഉദിച്ചു. ആ മാറ്റത്തിന്റെ തുടക്കമായിരുന്നു തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛന്റെ വരവ്. എഴുത്തച്ഛന്റെ ജീവിതം ഇന്നും ദുരൂഹത നിറഞ്ഞത് ആണ്. അദ്ദേഹം എവിടെയാണ് ജനിച്ചത് എന്ന കാര്യത്തിൽ ചരിത്രകാരന്മാർക്കിടയിൽ വ്യത്യസ്ത അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിലും മലപ്പുറം ജില്ലയിലെ തിരൂരിലെ തുഞ്ചൻ പറമ്പ് തന്നെയാണ് അദ്ദേഹത്തിന്റെ ജീവിതവുമായി ബന്ധപ്പെട്ട ഏറ്റവും ശക്തമായ സ്ഥലം. ഇന്നത് മലയാള ഭാഷയുടെ തീർത്ഥാടന കേന്ദ്രമായി ആദരിക്കപ്പെടുന്നു. എഴുത്തച്ഛൻ എന്നത് അദ്ദേഹത്തിന്റെ യഥാർത്ഥ കുടുംബ പേരല്ലെന്നും അക്ഷരവിദ്യ പഠിപ്പിച്ചിരുന്ന ഗുരുവിനെയോ അധ്യാപകനെയോ സൂചിപ്പിക്കുന്ന ബഹുമാന പേരാണെന്നും കരുതുന്നു. അദ്ദേഹത്തിന്റെ കുടുംബ ജീവിതത്തെയും വിദ്യാഭ്യാസത്തെയും കുറിച്ചുള്ള വ്യക്തമായ രേഖകൾ വളരെ കുറവാണെങ്കിലും സംസ്കൃതത്തിലും ദാർശനിക ശാസ്ത്രത്തിലും മലയാള ഭാഷയിലും അദ്ദേഹം നേടിയിരുന്ന അസാധാരണമായ പാണ്ഡിത്യം, ആഴത്തിലുള്ള പഠനവും ഗുരുകുല പരമ്പരയിലെ വിദ്യാഭ്യാസവും അദ്ദേഹത്തിന് ലഭിച്ചിരുന്നു എന്ന് വ്യക്തമാകുന്നു. ചരിത്രം മൗനം പാലിക്കുന്നിടത്ത് അദ്ദേഹത്തിന്റെ കൃതികളാണ് ആ മഹാപ്രതിഭയുടെ ജീവിതത്തിന് ഏറ്റവും വലിയ സാക്ഷ്യം. ബാല്യത്തിലെ അറിവിനോടുള്ള അടങ്ങാത്ത ദാഹം എഴുത്തച്ഛനെ വിജ്ഞാനത്തിന്റെ വിശാല ലോകത്തിലേക്ക് നയിച്ചു. സംസ്കൃതത്തിൽ ആഴത്തിലുള്ള പാണ്ഡിത്യം നേടിയ അദ്ദേഹം വേദങ്ങളും ഉപനിഷത്തുകളും പുരാണങ്ങളും ഇതിഹാസങ്ങളും വിശദമായി അഭ്യസിച്ചു. അതോടൊപ്പം തമിഴിലും മലയാളത്തിലും അസാധാരണമായ പ്രാവീണ്യം നേടിയിരുന്നു. അദ്ദേഹത്തെ പഠിപ്പിച്ച ഗുരുക്കന്മാരെ കുറിച്ചോ പഠന കേന്ദ്രങ്ങളെ കുറിച്ചോ വ്യക്തമായ ചരിത്ര രേഖകൾ ഇല്ല. എന്നാൽ കേരളത്തിനകത്തും പുറത്തും വിവിധ വിദ്യാ കേന്ദ്രങ്ങളിലേക്ക് അദ്ദേഹം യാത്ര ചെയ്തിരുന്നുവെന്ന്, അവിടെ നിന്ന് ഭാഷയും തത്വചിന്തയും സാഹിത്യവും ആഴത്തിൽ പഠിച്ചിരുന്നുവെന്നും വിശ്വാസങ്ങൾ നിലനിൽക്കുന്നു. എഴുത്തച്ഛന്റെ ജീവിതത്തിന്റെ ഹൃദയഭാഗത്ത് നിലനിന്നിരുന്നത് ആത്മീയത ആയിരുന്നു. ഇന്ത്യയിലുടനീളം ശക്തി പ്രാപിച്ചിരുന്ന ഭക്തി ചലനത്തിന്റെ സ്വാധീനം അദ്ദേഹത്തിന്റെ ചിന്തകളെയും രചനകളെയും വ്യക്തമായി പ്രതിഫലിക്കുന്നു. പ്രത്യേകിച്ച് വൈഷ്ണവ ഭക്തിയോടും ശ്രീരാമനോടുമുള്ള അഗാധമായ ഭക്തി ഓരോ വരിയിലും അനുഭവിക്കാനാകും. എന്നാൽ അദ്ദേഹത്തിന്റെ സന്ദേശം വെറുമൊരു ആരാധനയിൽ ഒതുങ്ങിയില്ല. ഭക്തിയുടെ ധർമ്മവും സത്യവും കരുണയും ആത്മജ്ഞാനവും മനുഷ്യ ജീവിതത്തിന്റെ യഥാർത്ഥ ലക്ഷ്യമാണെന്ന് അദ്ദേഹം ഓർമ്മിപ്പിച്ചു. വേദങ്ങളും ഉപനിഷത്തുകളും ദാർശനിക ചിന്തകളെ സാധാരണ ജനങ്ങൾക്ക് മനസ്സിലാകുന്ന ലളിതമായ മലയാളത്തിൽ അവതരിപ്പിച്ച അദ്ദേഹം സാഹിത്യത്തെ വെറും കലാരൂപമല്ല, ആത്മീയ ഉണർവിലേക്കുള്ള ഒരു വഴിയാക്കി മാറ്റി. അറിവേതാനും പണ്ഡിതന്മാരുടെ കൈകളിൽ മാത്രം ഒതുങ്ങി നിന്നിരുന്ന കാലത്ത് ആ ജ്ഞാനം സാധാരണ ജനങ്ങളിലേക്കും എത്തിക്കണമെന്ന വലിയ ലക്ഷ്യമാണ് എഴുത്തച്ഛനെ രചനയിലേക്ക് നയിച്ചത്. അതുകൊണ്ടാണ് അദ്ദേഹം സങ്കീർണമായ സംസ്കൃതത്തിനും മണിപ്രവാള ശൈലിക്കും പകരം ജനങ്ങൾക്ക് എളുപ്പത്തിൽ മനസ്സിലാക്കാവുന്ന ലളിതമായ മലയാളം തിരഞ്ഞെടുത്തത്. അദ്ദേഹത്തിന്റെ കൃതികളെ വേറിട്ടതാക്കിയത് കിളിപ്പാട്ട് എന്ന അവതരണ ശൈലിയിൽ ആയിരുന്നു. ഒരു കിളി അഥവാ ഒരു തത്ത കഥ പറയുന്ന രീതിയിൽ പുരാണങ്ങളും ഇതിഹാസങ്ങളും അവതരിപ്പിച്ച ശൈലി
കേൾക്കുന്നവരിൽ വായിക്കുന്നവരിലും കൂടുതൽ അടുപ്പവും കൗതുകവും സൃഷ്ടിച്ചു. സാഹിത്യത്തെ രാജകൊട്ടാരത്തിൽ നിന്നും സാധാരണ ജനങ്ങളുടെ വീടുകളിലേക്ക് എത്തിച്ച ആ സൃഷ്ടിപരമായ തീരുമാനം എഴുത്തച്ഛനെ മലയാള സാഹിത്യത്തിൽ അനശ്വരനാക്കിയത്. എഴുത്തച്ഛന്റെ ഏറ്റവും വലിയ സംഭാവന വെറും മികച്ച കൃതികൾ രചിച്ചതല്ല, മലയാള ഭാഷയെ ജനങ്ങളുടെ ഭാഷയാക്കി മാറ്റിയതാണ്. സംസ്കൃതത്തിന്റെ അമിത സങ്കീർണതയിൽ നിന്നും ഭാഷയെ ലളിതവും ഒഴുക്കുള്ളതുമാക്കിയ രൂപത്തിലേക്ക് അദ്ദേഹം നയിച്ചു. അദ്ദേഹത്തിന്റെ രചനകൾ മലയാളത്തിന്റെ അക്ഷരവിന്യാസത്തിലും എഴുത്തുരീതിയിലും ദീർഘകാലം സ്വാധീനം ചെലുത്തി. പിന്നീട് ഭാഷയുടെ മാനവികവൽക്കരണവും വഴിയൊരുക്കി. അതിലും പ്രധാനമായി രാജകൊട്ടാരങ്ങളിലും പണ്ഡിത സദസ്സുകളുടെയും പരിധിയിൽ ഒതുങ്ങിയിരുന്ന സാഹിത്യത്തെ സാധാരണ ജനങ്ങളുടെ വീടുകളിലേക്കും ഹൃദയങ്ങളിലേക്കും എത്തിച്ചു. അതുകൊണ്ട് തന്നെ എഴുത്തച്ഛൻ ഒരു മഹാകവി മാത്രമല്ല, മലയാള ഭാഷയുടെ വളർച്ചയ്ക്കും ജനകീയവൽക്കരണത്തിനും പുതിയ ദിശ നൽകിയ യുഗപുരുഷനായി ഇന്നും ആദരിക്കപ്പെടുന്നു. എഴുത്തച്ഛന്റെ അധ്യാത്മരാമായണം കിളിപ്പാട്ട് ഒരു സാഹിത്യകൃതി മാത്രമായിരുന്നില്ല, അത് കേരളത്തിന്റെ ആത്മീയ ജീവിതത്തിന്റെ ഭാഗമായിരുന്നു. പ്രത്യേകിച്ച് കർക്കിടക മാസത്തിലെ കേരളത്തിലെ ആയിരക്കണക്കിന് വീടുകളിൽ ഇന്നും ഈ ഗ്രന്ഥം ഭക്തിയോടെയും വിശ്വാസത്തോടെയും പാരായണം ചെയ്യുന്നു. തലമുറകളായി കുടുംബങ്ങളെ ഒരുമിപ്പിച്ച് കൂട്ടുകയും ധാർമ്മിക മൂല്യങ്ങളിൽ ജീവിതത്തിലേക്ക് പകർത്തുകയും ചെയ്ത ഈ പാരമ്പര്യം ഇന്നും ക്ഷേത്രങ്ങളിലും ഭവനങ്ങളിലും തുടരുന്നു. അതുപോലെ തന്നെ മഹാഭാരതം കിളിപ്പാട്ട് വഴി വ്യാസഭാരതത്തിന്റെ വിശാലമായ കഥ സാധാരണ ജനങ്ങളിലേക്ക് വളരെ എളുപ്പം എത്തി. അർജുനനും കർണനും ഭീഷ്മനും ദ്രൗപദിയും അങ്ങനെയുള്ള കഥാപാത്രങ്ങളുടെ വികാരങ്ങളും ധർമ്മസങ്കടങ്ങളും അതീവ ഹൃദയസ്പർശിയായി ചിത്രീകരിച്ച അദ്ദേഹം യുദ്ധത്തിന്റെ കഥ മാത്രമല്ല, ധർമ്മം, നീതി, ഭക്തി, മനുഷ്യ ജീവിതത്തിന്റെ മൂല്യങ്ങൾ എന്നിവയെക്കുറിച്ചുള്ള ആഴമേറിയ സന്ദേശങ്ങളും ജനങ്ങളിലേക്ക് എത്തിച്ചു. ഇന്നും ഈ കൃതി വായിക്കുന്നത് അവ വെറും ഇതിഹാസങ്ങളിലേക്കല്ല, ജീവിതത്തെ നയിക്കുന്ന വഴികാട്ടിയായി ആണ്. മലയാള ഭാഷയുടെ പിതാവ് എന്ന വിശേഷണം എഴുത്തച്ഛന് ലഭിച്ചത് ഒരു ദിവസം കൊണ്ടല്ല. മലയാള ഭാഷയ്ക്ക് അദ്ദേഹം നൽകിയ അസാധാരണമായ സംഭാവനകളുടെ അംഗീകാരമാണ് അത്. എന്നാൽ ഈ വിശേഷണത്തെക്കുറിച്ച് പണ്ഡിതന്മാർ വിവിധ അഭിപ്രായങ്ങൾ പറയുന്നു. ചിലർ മലയാള ഭാഷയും സാഹിത്യവും എഴുത്തച്ഛന് മുമ്പേ തന്നെ വളർന്നതായിരുന്നുവെന്നും നിരണം കവികൾ, ചെറുശ്ശേരി നമ്പൂതിരി തുടങ്ങിയവരുടെ കൃതികൾ അതിന് ശക്തമായ അടിത്തറ ചൂണ്ടിക്കാണിക്കുന്നുവെന്നും പറയുന്നു. മറുവശത്ത് ആ സാഹിത്യ പരമ്പരയെ ജനങ്ങൾക്ക് എളുപ്പമായി വായിക്കുവാനും മനസ്സിലാക്കുവാനും കഴിയുന്ന രൂപത്തിലേക്ക് മാറ്റി മലയാളത്തെ കൂടുതൽ ജനകീയവും സ്വാധീന ശക്തിയുള്ള ഭാഷയുമാക്കി വളർത്തിയത് എഴുത്തച്ഛനാണെന്നും മറ്റൊരു വിഭാഗം പറയുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹം മലയാള ഭാഷയുടെ സൃഷ്ടാവ് എന്നതിലുപരി അതിന്റെ വളർച്ചയ്ക്ക് പുതിയ ദിശയും ജീവനും നൽകിയ ഭാഷാശില്പിയാണ്. എഴുത്തച്ഛന്റെ അവസാന കാലം ചരിത്രത്തിന്റെ മൂടൽമഞ്ഞിൽ മറഞ്ഞിരിക്കുന്നു. ജീവിതത്തിന്റെ അവസാന വർഷങ്ങൾ അദ്ദേഹം ആത്മീയ ചിന്തയിലും സാഹിത്യ സൃഷ്ടികളിലും ചിലവഴിച്ചുവെന്നാണ് പൊതുവെ വിശ്വാസം. എന്നാൽ അദ്ദേഹം എവിടെയാണ് അവസാന കാലം കഴിച്ചതെന്ന്, എപ്പോൾ മരണപ്പെട്ടുവെന്നും എവിടെയാണ് സമാധിയായതെന്നും വ്യക്തമായി ആർക്കും തന്നെ അറിയില്ല. വിവിധ പ്രാദേശിക പാരമ്പര്യങ്ങളും ഐതിഹ്യങ്ങളും ഓരോ കഥകൾ പറയുന്നു. അവയെല്ലാം ഉറപ്പിക്കുന്ന തെളിവുകൾ ഇന്നും ലഭ്യമല്ല. ഒരു പക്ഷേ എഴുത്തച്ഛന്റെ ജീവിതത്തെക്കാൾ വലിയ സാക്ഷ്യം അദ്ദേഹത്തിന്റെ കൃതികളാണ്. മനുഷ്യന്റെ ജീവിതം കാലത്തിന്റെ മണ്ണിൽ മറഞ്ഞു പോകാം, പക്ഷേ ഭാഷയ്ക്കും സംസ്കാരത്തിനും നൽകിയ സംഭാവനകൾ നൂറ്റാണ്ടുകൾ കഴിഞ്ഞാലും ജീവിച്ചിരിക്കും. അതുകൊണ്ട് തന്നെ എഴുത്തച്ഛൻ ഇന്നും ചരിത്രത്തിലെ ഒരു വ്യക്തി മാത്രമല്ല, മലയാളത്തിന്റെ ആത്മാവായി ഓർമ്മിക്കപ്പെടുന്ന അനശ്വര സാന്നിധ്യമാണ്. മലയാള ഭാഷയുടെ ചരിത്രത്തിൽ കവികളും പണ്ഡിതന്മാരും അവരുടെ മുദ്ര പതിപ്പിച്ചിട്ടുണ്ട്. എന്നാൽ ആ ഭാഷയ്ക്ക് പുതിയ ജീവനും ജനഹൃദയങ്ങളിൽ സ്ഥിരമായ സ്ഥാനവും നൽകിയ മഹാന്മാരിൽ ഏറ്റവും മുൻനിരയിൽ നിൽക്കുന്ന പേരാണ് തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛൻ. അദ്ദേഹം രചിച്ച വരികൾ ഇന്നും വീടുകളിലും ക്ഷേത്രങ്ങളിലും ഹൃദയങ്ങളിലും മുഴങ്ങിക്കൊണ്ടിരിക്കുന്നു.
നൂറ്റാണ്ടുകൾ കഴിഞ്ഞിട്ടും അദ്ദേഹത്തിന്റെ വാക്കുകൾ കാലത്തെ അതിജീവിച്ച് ഓരോ തലമുറയെയും പ്രകാശിപ്പിക്കുന്നു. അതുകൊണ്ട് തന്നെ മലയാളം എന്ന ഭാഷയുടെ ആത്മാവിനെ ഒരൊറ്റ വ്യക്തിയിൽ കാണണമെങ്കിൽ ആ പേര് തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛൻ തന്നെയായിരിക്കും. ചരിത്രത്തിന്റെ താളുകളിൽ മാത്രമല്ല, ഓരോ മലയാളിയുടെ മനസ്സിലും അക്ഷരങ്ങളുടെ അമരപ്രകാശമായി അദ്ദേഹം ഇന്നും ജീവിച്ചിരിക്കുന്നു. ഭാഷയുടെ പിതാവിന്റെ ഈ ചരിത്രം പറഞ്ഞുകൊണ്ടുള്ള വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുവാനും കമന്റ് ചെയ്യുവാനും സബ്സ്ക്രൈബ് ചെയ്യുവാനും മറക്കരുത്.